ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു കാലമുണ്ട്, നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ ചെറുപ്പകാലം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ചിലപ്പോൾ കണ്ണ് നിറയാറുണ്ട്. ചിലപ്പം ആ കാലത്തിലേക്കൊന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ ഈ കൊള്ളാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. മാത്രമല്ല, നമ്മൾ ദൈവത്തോട് മനസ്സിൽ പോലും പറയും, ദൈവമേ, എനിക്ക് ആ കുട്ടിക്കാലം, എൻ്റെ ജീവിതത്തിലെ പഴയ ജീവിതത്തിലേക്ക്, എൻ്റെ കുട്ടിക്കാലത്തേക്കൊന്ന് പോകാൻ കിട്ടിയിരുന്നെങ്കിൽ, അവസരം തന്നിരുന്നെങ്കിൽ എന്നൊക്കെ പലരും ചിന്തിക്കുകയും പലരും തങ്ങളുടെ നെഞ്ചിനുള്ളിൽ വിങ്ങലടങ്ങി പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് മറ്റ് പട്ടണങ്ങളിലേക്ക് അല്ലെങ്കിൽ ടൗണുകളിലേക്ക് ജോലികളായിട്ട് പോവുകയും അല്ലെങ്കിൽ പഠിക്കുവാൻ വേണ്ടി പോയവരൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമാകുന്ന അവസ്ഥയിലൊക്കെ ഇരിക്കുന്നവർ, ഇവരൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ചെറുപ്പകാലവും. നമ്മുടെ കുടുംബമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും നമ്മുടെ കുഞ്ഞു സഹോദരങ്ങളുടെയും അല്ലെങ്കിൽ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും കൂടെ ജീവിച്ച ഒരു കാലം. അന്ന് പട്ടിണി ഉണ്ടായിരുന്നു, പരാധീനത ഉണ്ടായിരുന്നു, സാങ്കേതിക വിദ്യകളൊന്നും വളർന്നിട്ടില്ലാത്തൊരു കാലമാണെന്ന് ഓർക്കണേ. അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ ആധുനിക സജ്ജീകരണങ്ങളൊന്നുമില്ല, ഒരു ലാൻഡ് ഫോണും പോലും ഇല്ലാത്ത ഒരു കുട്ടിക്കാലമൊക്കെ ആയിരുന്നു നമ്മുടെയൊക്കെ. നിങ്ങളുടെ എത്ര പേരെ ഉണ്ടെന്ന് അറിയത്തില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലം ഒരു 10-15 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന കാലം വരെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒരു 18 വയസ്സ് വരെയൊക്കെ ഒരു സജ്ജീകരണങ്ങളിൽ ലാൻഡ് ഫോണൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തെയൊക്കെ ഒരു 10-16 വയസ്സിലാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ലാൻഡ് ഫോൺ വരുന്നത്. അപ്പോൾ ഒരു വീട്ടിലൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ കിലോമീറ്ററുകൾ നടന്ന് ചെന്ന് വേണം, ചിലപ്പോൾ 3-4 ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയിക്കുന്നത്, ഇന്ന സമയത്ത് നിന്നെ ഒരാൾ വിളിച്ചായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലമുണ്ട്. അങ്ങനെ ഇന്ന സമയത്ത് വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ഇളക്കിയിരിക്കുന്നൊരു കാലമുണ്ട്. മാത്രമല്ല, ടി വി ഇല്ലാത്ത സമയം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വലിയ പ്രത്യേക ഫീലിംഗാണ്. ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ട്രോൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ട്, ഒരാളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി മേടിച്ച് കഴിഞ്ഞാൽ സാധാരണ ആന്റിനയാണല്ലോ, ആ ആന്റിന ചാനൽ കറക്റ്റ് കിട്ടത്തില്ല. ദൂരദർശനൊക്കെയാണ്, DD1 ദൂരദർശനമൊക്കെ ഉള്ള കാലം. ആ കാലത്ത് ഒരു 4 മണിക്കൊരു സിനിമയുണ്ട്. അത് കഴിഞ്ഞ് ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ഒരു രസകരമാകുന്നൊരു കാർട്ടൂണൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് പോയിരിക്കുകയും, അതുപോലെ ചില സമയത്ത് ആ വീട്ടുകാർക്ക് നല്ല മൂടല്ലെങ്കിൽ ഇവിടെ സിനിമ ഇല്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ മുഷിപ്പിച്ച് വിടുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ഇപ്പം ഞാൻ ഈ വേഷത്തിൽ നിൽക്കുന്ന ഞാൻ ഒരു 6 വർഷത്തിന് ശേഷം, സാധാരണ 6 വർഷത്തിന് മുമ്പ് വരെ എൻ്റെ സ്വന്തം പറമ്പിൽ ഞാൻ പണി ചെയ്യായിരുന്നു കേട്ടോ. അതിനുശേഷം എൻ്റെ JC ഫീൽഡിലേക്ക് പോയപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിനുശേഷം ഇപ്പോൾ മഴക്കാലമൊക്കെ ആയി, ഒരുപാട് വണ്ണം വെച്ചു. അപ്പോൾ സ്വന്തം പറമ്പിൽ നിന്ന് പണിയാൻ ആഗ്രഹം വന്നപ്പോഴത്തേക്ക് ഏലമെല്ലാം ഈ വർഷത്തെ വേനൽക്കാലത്ത് നശിച്ച് നാരായണക്കല്ലായി എന്ന് പറയാം, പഴമൊഴിയാട്ടോ. അങ്ങനെ നശിച്ചു പോയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയൊരു ഏലച്ചെടി വെക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൻ്റെ, എൻ്റെ പറമ്പിന് ഇതാണ് എൻ്റെ പറമ്പിൻ്റെ താഴെഭാഗത്തായിട്ട് നല്ല വിശാലമായിട്ടൊരു, ഇതിവിടെ ക്യാച്ച്മെൻ്റ് ഏരിയ, അതായത് ഇടുക്കി റിസർവാണ്. ഇടുക്കി ഡാമിലെ ജലം ഉയരുമ്പോൾ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസമൊക്കെ ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ ഒപ്പം വെള്ളം നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ പഴയ പറമ്പായിരുന്നു. ഇടുക്കി ഡാമിന് വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇറക്കിയപ്പോൾ, ഈ ഇടുക്കി പദ്ധതിക്ക് വേണ്ടി ഇറക്കിയപ്പോൾ മുകളിലേക്കുള്ള ഭാഗം മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ. ഇപ്പോൾ ഇവിടെ മനോഹരമായ ഗ്രൗണ്ടാണ്, ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് മാത്രമാണ്, അത് വേനൽക്കാലത്ത് മാത്രം. അപ്പോൾ ഇവിടേക്ക് ഇരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ വിശപ്പടക്കി ഇങ്ങനെ എറിയുന്ന സാഹചര്യമൊക്കെ ഞാൻ ഓർക്കും കേട്ടോ. അതായത് തേങ്ങാമുറി, ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, പഴയ ഒരു തെങ്ങുണ്ടായിരുന്നു. ആ തേങ്ങ കയറിയിടാൻ അറിയത്തില്ലാണ്ട് എറിഞ്ഞ് വീഴ്ചിട്ട് തേങ്ങാമുറി ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ വിശപ്പടക്കാൻ വേണ്ടി കഴിച്ച ഒരു കാലം ഓർക്കുകയാണ്. ഇതാണ് ഇപ്പോഴാണ് ഈ സ്ഥലത്തിന് ഇത്ര സൗന്ദര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഇപ്പോഴാണ്. കണ്ടോ എന്നാ രസമാണെന്ന് നോക്കി, പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഇല്ലിക്കാടുകൾ, മലമേടുകൾ. ആ മലയോടൊക്കെ മണ്ടേ ഞങ്ങൾ പോകുമായിരുന്നു കേട്ടോ. എന്തിനാണെന്നറിയോ? വിശപ്പടക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ചിറ്റീന്ന് പറഞ്ഞ സാധനമുണ്ട്, നമ്മുടെ ഇപ്പോൾ വീടുകളിലൊക്കെ ചൂല ആക്കി ഉപയോഗിക്കുന്ന ഈ ചിറ്റീന്ത്. ഇപ്പോഴൊക്കെ പുതിയ ചൂലുകളൊക്കെ ആയി, എന്നാലും ഉണ്ട്. ചിറ്റീന്തിൻ്റെ ഒരു പഴമുണ്ട്, അത് പറിച്ച് തിന്നാൻ വേണ്ടി ഈ മലയുടെ മണ്ടേ ഞങ്ങൾ പോകും. മണ്ടേ പോയിട്ട്, അന്ന് ഫോറസ്റ്റൊന്നും വലിയ വിഷയമുള്ള കേസല്ല, ഞങ്ങൾ ചിറ്റീന്ന് പഴം പറിച്ച് തിന്നും. അതുപോലെ ഈന്തുങ്ക പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് വെള്ളത്തിൽ ഇട്ട് 10-15 ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് അത് പുട്ടാക്കാൻ വേണ്ടി, പുട്ടും ഉപ്പുമാവൊക്കെ ആക്കാൻ വേണ്ടി ഞങ്ങൾ
പറിക്കാൻ പോകുന്നൊരു കാലമുണ്ട്. അതിൻ്റെ നമ്മളെ മലയുടെ മണ്ടയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടുന്ന് രസകരമാകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയിൽ നിന്ന് കല്ലുകൾ താഴോട്ട് ഉരുട്ടി പോകും. അങ്ങനെ ആ മലയുടെ മണ്ടയിൽ നിന്ന് ഞങ്ങൾ കല്ലുരുട്ടി രസിക്കുന്ന ഒരു ചെറുപ്പക്കാലമൊക്കെ ഞങ്ങൾ ഓർക്കുക കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് എൻ്റെ 2-3 കൂട്ടുകാർ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അവരോട് സംസാരിക്കാൻ വേണ്ടി കട്ട് ചെയ്തതാണ്. അപ്പം എന്ത് രസമുള്ള ഒരു ജീവിതമായിരുന്നു അറിയും. ഒരു പട്ടിണിയും പരാധീനതയ്ക്കും ഉണ്ടെങ്കിലും ആ ചെറിയ പ്രായത്തിലേക്കൊക്കെ ആ പഴയ കാലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം അങ്ങനെ ഒരു ഫീൽ എനിക്കിവിടെ വന്നപ്പോൾ ഉണ്ടായി. അപ്പോൾ ആ ഇവിടെ കളിച്ച് നടന്നതും അപ്പോൾ നമുക്ക് ശാരീരിക അസ്വസ്ഥതകളൊന്നും ഇല്ലാത്തൊരു കാലം വന്നു തുറക്കണം. ഈ കളിച്ചും ജോലി ചെയ്തൊക്കെ നടന്ന സമയം ഈ ഇല്ലിക്കാടിനപ്പുറം ഒരു പഴയ ഒരു റോഡാണ്. ആ റോഡ് ഇപ്പോൾ ഉണ്ട്. വാഹനങ്ങൾ സഞ്ചരിക്കുമെന്നല്ലാതെ ടാറിങ് റോഡൊന്നുമല്ല, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു റോഡാണ്. അപ്പോൾ മണ്ടയിൽ നിന്ന് കല്ലുരുട്ടി ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് റോഡിലേക്ക് വന്ന് വലിയ കല്ലുകളൊക്കെ വരും. പിന്നെ അന്ന് മരം വെട്ടി ഞങ്ങൾ ഉരുട്ടും. അപ്പോൾ അതൊന്നും ഫോറസ്റ്റ് അന്നേരം വലിയ ശക്തമൊന്നുമല്ല. അങ്ങനത്തെ ഒരു കാലമൊക്കെയാണ് ഞാനിന്ന് ഓർക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ നാടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ നിങ്ങളതൊന്ന് കാണിക്കുവാനും, അപ്പം നിങ്ങൾക്കും ഇതുപോലെയുള്ള കുട്ടിക്കാലങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആ പഴയ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ രസകരമാകുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇന്നത്തോട് മെഗാ ഷോയോ ഗാനമേളയോ ഒന്നുമില്ല. അന്ന് സർക്കസാണ് പ്രധാനം. ഈ ഗ്രാമങ്ങളിലൊക്കെ വരുന്ന 2 ദിവസം 3 ദിവസമൊക്കെ വരുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ വരുന്ന സർക്കസൊക്കെ ഉണ്ട്. ആ സർക്കസിൽ പ്രധാനം എന്ന് പറഞ്ഞാൽ കുപ്പിച്ചിലിൻ്റെ മണ്ട ചാടുക, ഒരാൾ കുഴിച്ചിടുക, കുറച്ച് സമയം കഴിയുമ്പോൾ എഴുന്നേറ്റ് വരിക, ഇതൊക്കെയാണ്. അങ്ങനെയൊക്കെ നമ്മളും ചെയ്യാനോ കുട്ടിക്കാലത്തൊക്കെ. കൂട്ടുകാരെ കുഴിച്ചിടുക, കുപ്പിച്ചില്ല് പൊട്ടിച്ചിട്ട് അതിൻ്റെ മണ്ടൊക്കെ ചാടുക, കാല് കീറി മുറിഞ്ഞ് ഒക്കെ അവസ്ഥ. എന്ത് രസമാണ് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ. അത്ര മനോഹരമാണ്. ഇന്നത്തെ ഈ തലമുറയ്ക്ക് നഷ്ടപ്പെട്ട അനുഭവിക്കാൻ പറ്റാത്തത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ചല്ലോ എന്നോർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മളൊരു കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിച്ചത്, അല്ലേ? ശരിയല്ലേ? ഒരു കാലഘട്ടം, നല്ലൊരു കാലഘട്ടത്തിൻ്റെ അവസാനവും പുതിയൊരു കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലും നമുക്ക് അനുഭവിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായ കാര്യം. അതായത് ഞെരുക്കവും കഷ്ടപ്പാടും കണ്ണുനീരും പട്ടിണിയുടെയും കാലത്തും നമ്മൾ ജീവിച്ചു. പുതിയ തലമുറയിൽ വന്നപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും, പുതിയ ആധുനിക സജ്ജീകരണങ്ങളും, മൊബൈൽ ഫോണും അതുപോലെ ഇൻ്റർനെറ്റും ഒക്കെയുള്ള കാലത്തും ജീവിക്കാൻ പറ്റിയെന്ന് പറയുന്നത് നമുക്ക് ഈ 80 കാലഘട്ടത്തിന് മുകളിലേക്കുള്ളവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖകരമാകുന്നൊരു ജീവിതമാണ്. എല്ലാം നാടിൻ്റെ വികസനവും കണ്ട്, നാടിൻ്റെ അരാജകത്വം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നാടിൻ്റെ പുരോഗമനമില്ലാത്തൊരു നാടും കണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു കാലത്ത് ജീവിച്ചവരാണ് നമ്മളെല്ലാം. 2 കാലഘട്ടത്തിൽ, ഒരു കാലഘട്ടത്തിൻ്റെ അവസാനവും മറ്റൊരു കാലത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ തുടക്കത്തിലും ജീവിക്കുവാൻ കഴിഞ്ഞു, അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ആത്മാർത്ഥമായി അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണോ. എന്തായാലും ഞാൻ ഇന്ന് ഈ വീഡിയോ പിടിക്കുന്നത് എൻ്റെ നാട്ടിൽ വന്നപ്പോൾ ഈ പ്രകൃതി ഭംഗി കാണിക്കുക. നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായാൽ നിങ്ങൾ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴി അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ പങ്കിടുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിന് ഏറെ സന്തോഷമാണ്. എനിക്കെന്തായാലും ഈ വീഡിയോ പിടിച്ചപ്പോൾ ഒരു മനസ്സിനൊരു സുഖം, ഒരു സന്തോഷമൊക്കെ തോന്നി. ഇപ്പം ഞാൻ ഏലക്കുഴി കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, പണിയൊക്കെ ആയിരുന്നു, മടുത്ത് വേർത്ത് കുളിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. കണ്ടില്ല, എന്നെ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒക്കെ പിടിച്ച് എൻ്റെ മനസ്സിലെ ആ പഴയ കാലത്തെക്കുറിച്ചൊന്ന് പറഞ്ഞപ്പോൾ പോലും, ഈ വീഡിയോയിലൂടെ പറഞ്ഞപ്പോൾ പോലും എനിക്ക് മനസ്സിന് നല്ല സന്തോഷവും ഒരു സുഖവും കിട്ടി. അപ്പം നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും അത് വരട്ടെ. നിങ്ങളുടെ ചെറുപ്പകാലങ്ങളൊക്കെ ഇന്ന് മനസ്സിൽ ഓർത്ത് ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് മറ്റേ ഞാൻ പറഞ്ഞ പോലെ ചാനലുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പങ്കിടുമ്പോൾ നമ്മുടെ മനസ്സിനും അത് കാണുന്ന ഒരുപാട് പേർക്കും അതൊരു പ്രചോദനമായി മാറും എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഓർപ്പിക്കുന്നത്. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളും എൻ്റെ നാടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പറമ്പിനോട് ചേർന്നാണ് ഈ ക്യാച്ച്മെൻറ്റ് ഏരിയ. അതായത് മഴക്കാലമൊക്കെ ഇവിടെ വെള്ളം നിറഞ്ഞ് ഞങ്ങളുടെ വേലിക്കൊപ്പം നിൽക്കും. അത് രസകരമാകുന്ന രീതിയാണ്. പിന്നെ അക്കരയ്ക്ക് കിടക്കണമെങ്കിൽ അക്കരെ നിൽക്കുന്ന ഇല്ലേ, ആ മുളക്കാടും, ആ മുളയിൽ നിന്ന് ഇല്ലി വെട്ടിയിട്ട് ചെങ്ങാടം ഉണ്ടാക്കും. ചെങ്ങാടമൊക്കെ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ മഴക്കാലത്ത് ഞാൻ എൻ്റെ ഇവിടെ വെള്ളം കയറി നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഇല്ലി വെട്ടി ഞങ്ങൾ ചെങ്ങാടം ഉണ്ടാക്കി കയറ് കെട്ടി വലിച്ചും അല്ലെങ്കിൽ തുഴഞ്ഞൊക്കെയാണ് ഞങ്ങൾ അക്കരയ്ക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഈ മലയ്ക്ക് അപ്പുറം കോഴിമല, അതായത് ഈ കേരളത്തിലെ ഒരു രാജാവുണ്ടെന്ന് പറയുന്നത് ആദിവാസി സമൂഹത്തിനാണ്. ആ ആദിവാസി സമൂഹത്തിൻ്റെ രാജാവ്, അതായത് കോവിൽമല എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ഈ മലയ്ക്ക് അപ്പുറ ഭാഗം. അതിലേ പോകാൻ വേറെ വഴിയുണ്ട് കേട്ടോ, റോഡുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിലവിൽ രാജാവുള്ള ഒരു സമൂഹമുണ്ടെങ്കിൽ ആദിവാസി സമൂഹം, മന്നാൻ സമുദായം മാത്രമേ ഉള്ളൂ. ആ ഒരു ചെറുപ്പക്കാരനായ ഒരു രാജാവാട്ടോ. അവിടുത്തെ
പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറഞ്ഞാൽ കൂത്താണ്. കൂത്തൊക്കെ കാണാൻ ഒരുപാട് ആളുകളൊക്കെ വരാറുണ്ട്, മമ്മൂട്ടിയൊക്കെ വരാറുണ്ട്, ഞങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ടോ. അപ്പോൾ എന്തായാലും രസകരമാകുന്ന ഒരു അനുഭവമാണ്. അപ്പം ഈ മലയ്ക്ക് അപ്പുറം ആദിവാസി സമൂഹം താമസിക്കുന്നു, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. പ്രധാനപ്പെട്ടും ആദിവാസി സമൂഹവും രാജാവും രാജകൊട്ടാരവും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് ഈ സ്ഥലത്ത് ഞങ്ങൾ ഒരുപാട് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കന്നുകാലിയെ വളർത്തുകയാണ്, അതായത് പശുവിനെ ആടിനെയും എരുമയൊക്കെ വളർത്തുകയാണ്. പിന്നെ പാലിന് വിലയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജോലി ആയതുകൊണ്ട് ആളുകളൊക്കെ നിർത്തി മറ്റ് ജോലികളിലേക്കൊക്കെ തിരികെ കേട്ടോ. പിന്നെ രസകരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഇല്ലിക്കാടിന് തൊട്ടടിഭാഗത്തൊരു തോട് ഒഴുകുന്നുണ്ട് കേട്ടോ. ആ തോട്ടിൽ ഞങ്ങൾ മണൽ വാരി വിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ ഇത് മീൻ പിടിക്കുക, രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പട്ടിണിയൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ അകത്ത് ഞങ്ങൾ ആ തോട്ടിലൊക്കെ കിടന്ന് മീനെയൊക്കെ പിടിച്ച് അവിടെ തന്നെ ഇട്ട് ചുട്ട് തിന്നുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹോബി എന്ന് പറഞ്ഞാൽ. തിരിച്ച് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ അടി കിട്ടുമെങ്കിലും ആ രസകരമാകുന്ന രീതിയിൽ ആ ഒരു പകൽ മുഴുവൻ ആ തോട്ടിലും ആറ്റിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു. അതിനോടൊപ്പം രസകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളായിരുന്നു. ഇന്നത്തെ കൂട്ടം 2-3 ആളുകൾ, ചെറുപ്പക്കാരല്ല, അല്ല പിള്ളേരല്ല, ഒരു 10-15 ആളുകളൊക്കെ ആയിരുന്നു, പിള്ളേർ സെറ്റായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഈ മലയുടെ മുകളിൽ പോവുകയും ആറ്റിൽ മണൽ കാരുകയും അതുപോലെ മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഒത്തിരി വികൃതിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഓർക്കണം കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് പ്രായമല്ലേ, അപ്പോൾ എന്തൊക്കെ വികൃതിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കുക, സോഷ്യൽ മീഡിയ വഴിയൊക്കെ പങ്കുവയ്ക്കുക. മറ്റുള്ളവർക്കും ഇത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഓർപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ ദേശം നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള നല്ലൊരു പ്രദേശമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ജോലിയൊക്കെ തീർത്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോകളുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.